+2 കെമിസ്ട്രിയിലെ രണ്ട് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻസും അതുപോലെ തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്സും. ഇത് രണ്ടും ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ വരുന്ന രണ്ട് ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഈ രണ്ട് ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ 3D സീരീസിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അവരെ ഓർഡറിൽ നിങ്ങൾ പഠിക്കുകയും അതുപോലെ തന്നെ അവരുടെ ആറ്റോമിക് നമ്പറും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും നിങ്ങൾ നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ ഈ രണ്ട് ചാപ്റ്റർ നിങ്ങൾക്ക് അത്യാവശ്യം ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഈ 3D സീരീസിലെ എലമെൻസിൻ്റെ നെയിം അതുപോലെ തന്നെ അവരുടെ ആറ്റോമിക് നമ്പർ പ്ലസ് അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വളരെ ഈസി ആയിട്ട് എങ്ങനെ പഠിക്കാമെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ 3D സീരീസിലെ എലമെൻറ്റ്സ് വരുന്നത് ആറ്റോമിക് നമ്പർ 21 മുതൽ 30 വരെയാണ്. ഓക്കെ, അതായത് സ്കാൻഡിയം ടു സിങ്ക് ആണ് എന്ത് 3D സീരീസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ്, അതായത് ഈ ഒരു ന്യൂമോണിക് നിങ്ങൾ ഓർത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ 3D സീരീസിലെ എലമെൻസിൻ്റെ നെയിം ഓർഡറിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ദ എലമെൻറ്റ്സ് ആർ സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ ആൻഡ് സിങ്ക് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഇത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അതായത് സ്മാർട്ട് ടൈഗേഴ്സ് വിസിറ്റ് ക്രേസി മങ്കീസ് ഫീഡിങ് കൂൾ നൈസ് ക്യൂട്ട് സീബ്രാസ്. ഇത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ അല്ലേ. അപ്പോൾ ഇതിൽ സ്മാർട്ടിലെ എസ് എന്താണ്? ഇറ്റ്സ് സ്കാൻഡിയം. ഓക്കെ, വാട്ട് ഇസ് ഇറ്റ്? സ്കാൻഡിയം. അതുപോലെ തന്നെ ടൈഗേഴ്സിലെ TI ഇൻഡിക്കേറ്റ്സ് വാട്ട്? ടൈറ്റാനിയം. ഓക്കെ, ടൈറ്റാനിയം ആറ്റോമിക് നമ്പറും നിങ്ങൾ ഓർത്തിരിക്കണേ. സ്കാൻഡിയം 21 ആണ്, ടൈറ്റാനിയം 22 ആണ്. പിന്നെ 23 ആരാണ്? വെനേഡിയം ആണ് അല്ലേ. വിസിറ്റ്, V4 വിസിറ്റ് അല്ലേ. എന്താണത്? വെനേഡിയം. ദെൻ 24 ക്രോമിയം, ക്രേസി. ഓക്കെ, ക്രേസി എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ക്രോമിയത്തിനെയാണ്, CR. ദെൻ 25 മാംഗനീസ് ആണ്. മാംഗനീസ് മങ്കീസ് അല്ലേ. മങ്കീസിന്റെ M മാംഗനീസ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ എന്താണ്? 26 ഫോർ അയൺ, FE ആണ് അയൺ എന്ന് പറയുന്നത്. ആൻഡ് ഫീഡിങ്. ഓക്കെ, വാട്ട്? ഫീഡിങ്. ദെൻ 27 ഫോർ കൊബാൾട്ട്, കൂൾ. വാട്ട്? കൂൾ. ദെൻ 28 നിക്കൽ. നിക്കൽ ഇസ് നൈസ്. നിക്കൽ എന്താണ്? നൈസ് ആണ് അല്ലേ. NI ആണ് നിക്കൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ 29 ഇസ് കോപ്പർ. കോപ്പർ ക്യൂട്ട്. ഓക്കെ, ക്യൂട്ട്. ആൻഡ് ഫൈനലി വി ഹാവ് സിങ്ക്, അറ്റോമിക് നമ്പർ 30 ആൻഡ് സീബ്ര. ഓക്കെ, എന്താണ്? സീബ്രയാണ് സിങ്കിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് നിങ്ങൾ ഓർത്തിരിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഓർഡറിൽ 3D സീരീസിലെ എലമെൻസിനെ ഓർത്തിരിക്കാം. 21 to 30 ആണെന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. ഇനി നമുക്കറിയേണ്ടത് ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓരോ എലമെൻസിനെ എഴുതുമ്പോഴും നമുക്ക് എന്തറിയണം? ആ എലമെൻറ്റിൻ്റെ ആറ്റോമിക് നമ്പർ അറിയുമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് വാലൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മതി. നമുക്ക് കംപ്ലീറ്റ് വേണ്ട, നമുക്ക് ആ വാലൻസ് ഓർബിറ്റൽസിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മാത്രം മതി. അപ്പോൾ സ്കാൻഡിയം 21 ആണല്ലോ, 21 ആണല്ലോ. നമ്മുടെ വാലൻസ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന് 3Dയും അതുപോലെ തന്നെ പിന്നെ വരുന്നത് 4Sഉമാണ്. ഓക്കെ, 3D ആൻഡ് 4S ആണ് വരുന്നത്. എപ്പോഴും ഓർക്കുക, ഈ 21-ലെ 2 നമ്മൾ ആർക്ക് കൊടുക്കണം? Sന് കൊടുക്കണം. 2 ആർക്ക് കൊടുക്കണം? Sന് കൊടുക്കണം. ആൻഡ് 1 ആർക്ക് കൊടുക്കണം? Dക്ക് കൊടുക്കണം. സ്കാൻഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാണ്. 3D1 4S2. എന്താണ്? 3D1 4S2. ഇനി അടുത്തത് വരുന്നത് ടൈറ്റാനിയം ആണ് അല്ലേ. ടൈറ്റാനിയം 22 ആണ്. 22 ആണ്. സെയിം നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യുക. 3D അതുപോലെ തന്നെ പിന്നെ എന്താ ഉള്ളത്? 4S അല്ലേ. 4Sന് എപ്പോഴും 2 കൊടുക്കുക. പിന്നെ രണ്ടാമത് വരുന്ന 2 ആർക്ക് കൊടുക്കുക? 3Dക്ക് കൊടുക്കുക. അപ്പോൾ 3D2 4S2. ഇനി അടുത്തത് വരുന്നത് ആരാ? വെനേഡിയം ആണ് അല്ലേ. 23 ആണ് വെനേഡിയം എന്ന് പറയുന്നത്. ഓക്കെ, റിപ്പീറ്റ് ദ സെയിം. 3D 4S. 4Sനായിരിക്കണം നിങ്ങൾ എന്ത് കൊടുക്കേണ്ടത്? ഈ ഫസ്റ്റത്തെ 2 കൊടുക്കേണ്ടത് Sനായിരിക്കണം. അപ്പോൾ 2 3 അല്ലേ. 3D3 4S2 ആണ് വെനേഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ദെൻ വി ഹാവ് വാട്ട്? ക്രോമിയം ആണ് അടുത്തതുള്ളത് അല്ലേ. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ശ്രദ്ധിക്കണം. ദിസ് ഈസ് എക്സെപ്ഷണൽ. ഓക്കെ, ക്രോമിയം എന്ന് പറയുന്നത് എന്താണ്? എക്സെപ്ഷണൽ ആണ്. അപ്പോൾ ഈ എക്സെപ്ഷണൽ കേസ് നിങ്ങളൊന്ന് എടുത്ത് നോക്കി വെക്കണം. കാരണം ഇത് നിങ്ങൾ 11th പഠിച്ചിട്ടുണ്ടാകും അല്ലേ.
എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു എക്സെപ്ഷണൽ ക്യാരക്ടർ വന്നു എന്ന്? ഡ്യൂ ടു ദ സ്റ്റെബിലിറ്റി ഓഫ് വാട്ട്? ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ക്രോമിയത്തിൻ്റെത് എന്താണ്? 24 ആണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? വാട്ട് വി എക്സ്പെക്ട്? നമ്മൾ എക്സ്പെക്ട് ചെയ്യുക 3d4 4s2 ആണല്ലേ. പക്ഷെ ഇത് തെറ്റാണ്. ഇതെന്താണ്? തെറ്റാണ്. കാരണം ഈ ക്രോമിയത്തിൻ്റെ കേസിൽ ഈ 4s2-ൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഡിയിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. ബിക്കോസ് 3d5 കിട്ടുമല്ലേ. അപ്പോൾ 3d5 എന്ന് പറയുന്നത് എന്താ മക്കളെ? ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആണ്. ആൻഡ് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഹൈലി സ്റ്റേബിൾ ആണ് എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും വരിക? 3d5 4s1 ആണ് അല്ലേ. അവിടെ 2 വരേണ്ട ആ ഒരു ഇലക്ട്രോൺ ആണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്, ഡിയിൽ എത്തിയിട്ടുള്ളത്. സോ 3d5 4s1 ആണ് അവിടെ വരുന്നത്. ഇനി അടുത്തത് നമുക്ക് വരുന്നത് മാംഗനീസ് ആണ്. മാംഗനീസിൻ്റെ കേസിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. എന്ത് തന്നെയായിരിക്കും? നമ്മൾ 3d4s അല്ലേ. അപ്പോൾ 25 ആണ് മാംഗനീസിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 4sൽ 2, 3dയിൽ 5 ആണ് വരുന്നത്. ഇനി അടുത്തത് അയണിൻ്റെ കേസ് ആണെങ്കിലോ 26 ആണല്ലേ. സെയിം അതുപോലെ തന്നെ ചെയ്യാം. 3d4s ആണല്ലേ വരുന്നത്. അപ്പോൾ എന്താണ്? എസ്സിന് 2 ഇട്ട് കൊടുക്കുക, ഡിക്ക് 6 കൊടുക്കുക, 26. ഓക്കെ, അങ്ങനെ വന്നു. ഇനി കൊബാൾട്ട് ആണല്ലോ അടുത്തത്. കൊബാൾട്ട് 27 ആണ്. അപ്പോൾ കൊബാൾട്ട് 27 ആകുമ്പോൾ എങ്ങനെയാണ് വരിക? 3d7 4s2. വെരി ഈസി അല്ലേ, വെരി ഈസി. അടുത്തത് നിക്കലാണ്. 28 ആണ്. അപ്പം നിക്കൽ 28 ആകുമ്പോൾ എന്തായിരിക്കും? 3d8 4s2. എന്താണ്? 3d8 4s2. ആൻഡ് ഫൈനലി വി ഹാവ് വാട്ട്? കോപ്പർ ആൻഡ് സിങ്ക്. അപ്പോൾ ഇതിൽ കോപ്പറിനും ഒരു എക്സെപ്ഷണൽ ബിഹേവിയർ കാണിക്കാറുണ്ട്. കോപ്പറും അതിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ലൈക്ക് ക്രോമിയം. ക്രോമിയത്തിൻ്റെ കേസിൽ ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരുന്നു സ്റ്റെബിലിറ്റി എങ്കിൽ കോപ്പറിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അത് എന്താകും? കംപ്ലീറ്റ്ലി ഫിൽഡ് ആകും. എന്താകും? കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ സ്റ്റെബിലിറ്റിയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്? വി എക്സ്പെക്റ്റ് വാട്ട്? 3d9 4s2 അല്ലേ. പക്ഷെ ഇതെന്താണ്? തെറ്റാണ്. ഇതല്ല കോപ്പറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ എസ്സിൽ നിന്ന് നിങ്ങൾ ഒരു ഇലക്ട്രോണെ ആർക്ക് കൊടുക്കണം? ഡിക്ക് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 3d10 4s1. അപ്പോൾ കണ്ടോ ഇവിടെ ഡി എന്തായി? കംപ്ലീറ്റ്ലി ഫിൽഡ് ആയല്ലേ. ഡി കംപ്ലീറ്റ്ലി ഫിൽഡ് ആയി. അതായത് അത് ഹൈലി സ്റ്റേബിൾ ആണ്. അപ്പോൾ എനർജറ്റിക്കലി ഫേവറബിൾ ആയിട്ടുള്ള 3d10 എന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കോപ്പർ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഗെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഈ 2 കേസസും മാത്രം നിങ്ങൾ എടുത്ത് നോട്ട് ചെയ്ത് വെക്കണം. ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ ചെയ്യാം. പിന്നെ ഫൈനലി നമ്മൾ സിങ്ക് 30 ആണ്. അപ്പോൾ നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്യരുത്. ഇതെന്ത് ചെയ്യണം? ഇത് 3d10 4s2. എന്താണ്? 3d10 4s2 കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമ്മുടെ സിങ്കിനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, സിങ്ക് ഒരു ഡി ബ്ലോക്ക് എലമെൻ്റ് ആണെങ്കിലും ഇതെന്തല്ല, ഒരു ട്രാൻസിഷൻ മെറ്റൽ അല്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മുടെ 3D സീരീസിലെ എലമെൻസിൻ്റെ നെയിം പഠിക്കാനും അതുപോലെ തന്നെ ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇതിൽ നിങ്ങൾ എടുത്ത് ഓർത്ത് നിൽക്കേണ്ടത് എന്താണ്? ഈ ക്രോമിയം ആൻഡ് കോപ്പർ അല്ലേ, ഇവർ 2 പേർക്കും എന്തുണ്ട്? ഒരു എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്. ബാക്കിയെല്ലാം മിസ് പറഞ്ഞതുപോലെ എന്ത് ചെയ്യുക? അങ്ങോട്ട് എഴുതി എടുത്തു കഴിഞ്ഞാൽ മതി. ഓക്കെ, സോ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ നിങ്ങളുടെ ബുക്കിൽ എഴുതി എന്ത് ചെയ്യുക? പഠിക്കുക. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സും അതുപോലെ തന്നെ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെയും പല കോൺസെപ്റ്റ്സും ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് ഇത് അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. അപ്പോൾ ഓൾ the best.